രാവിലെ നല്ലൊരു ഫിഷിങ്ങിന് പോയതാ ചന്ദനത്തോപ്പ് ഭാഗത്ത്. പക്ഷെ ഭയങ്കര മഴ. നമ്മളൊരു കടയിൽ കയറി ഇന്ന് അത് തോന്നിട്ട് നമുക്ക് ഫിഷിങ്ങിലോട്ട് പോവാം. ഓക്കെ. രാവിലെ ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ വന്ന സമയത്ത് അവിടെ നിന്ന് ആമ്പലിൻ്റെ ഇലയൊക്കെ നനങ്ങി. ആമച്ച് ഏതോ വലിയ മീനാണെന്നും പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ നിങ്ങളെ ഷൂട്ടൊന്ന് കണ്ടു നോക്ക്. അവിടെ കുറേ ഏട്ടയെന്ന് പറയുന്ന മീനായിരുന്നു, മഞ്ഞക്കൂരി എന്ന് പറയും. അതെല്ലാം കൂടെ അവിടെ കൂടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെച്ച് ഏത് വലിയ മീൻ അവിടെ നിന്ന് അനങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ വിചാരിച്ചു അതിനെ കിട്ടിയില്ലെന്ന്. ഞാൻ അന്നേരം അവിടെ നോക്കി നിന്ന മീനെ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ നിന്നതാണ്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ അമ്പിനകത്ത് മീൻ കയറിയിരിക്കുന്ന ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിടിച്ച് കരക്കിട്ടതിന് ശേഷം നമ്മൾ അറിയുന്നത് നമ്മുടെ ഡാർട്ടിന് വെയിറ്റ് കൂടി. ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് മീൻ അതിനകത്തുണ്ടതായിട്ട് കാണുന്നത്. അയ്യോ, നമുക്കൊരു മഞ്ഞക്കൂരിയെ കിട്ടി. ചുമ്മാ ഞാൻ കണ്ടില്ല ഈ സംഭവം കയറി വരുന്നത്. ഏതോ വലിയ മീനാണെന്നും പറഞ്ഞ് അടിച്ചേ. എന്തൊക്കെ കീറുക കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു മഞ്ഞക്കൂരി ഏട്ട. കട്ട്ല രൂപവും കണ്ടും പറഞ്ഞുകൊണ്ടിരുന്നതാ. പക്ഷേ അത് സൂപ്പർ മീനല്ലേ, അടിപൊളിയല്ലേ എന്നെ കാണാൻ. നമുക്കിനി അടുത്ത ഒരു ഷൂട്ടിലേക്ക് പോവാം. ഇങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അനങ്ങാതെ 2 പേര് ഈ സൈഡിൽ കിടന്നേ. നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊന്ന് കാണാം. ആദ്യം ഞാൻ വിചാരിച്ച് അതിനെ കിട്ടിയില്ലെന്നാ. പിന്നെ ആ മനസ്സിലായി അടിയുണ്ട്, അതിൻ്റെ തലയ്ക്ക് അടിയുണ്ടായിരുന്നു. അടിപൊളി ഒരു വാഹ കിട്ടിയിരിക്കുന്നു. അടിപൊളി ഒരു വാഹ കിട്ടിയിരിക്കുക. നമ്മൾ ഒറ്റ ഷൂട്ടിൽ ഉരുങ്ങിയോ വച്ച്. ഈ മഴ നമുക്ക് കുഴപ്പമാണ്. സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിന് ഇച്ചിരി കുഴപ്പമായി മഴ. അതിനെ പിടിക്കും തോറും അത് ഓടി പോച്ചയുടെ കീഴിലോട്ടൊക്കെ കയറി അങ്ങ് ചുറ്റുക. എന്തായാലും ഒരുവിധം ശ്രമിച്ച് പിന്നെ ഞാൻ എടുത്ത് കരക്കി ഇടുന്നതിനെ. അടിപൊളി ഒരു വാഹ കിട്ടിയിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ല, 1 കിലോ അടുപ്പിച്ചൊക്കെ വരും ചേരാൻ. അടിപൊളി ഒരു മഴ വരുവാണ്. ഞാൻ ആ മീനെ പിടിച്ച് കഴിഞ്ഞ് മീനെ എടുത്ത് ബാഗിലോട്ട് ആക്കുന്ന സമയത്ത് മീൻ വീണ്ടും എടുത്ത് കയ്യിൽ നിന്ന് താഴെ ചാടി. ആ സമയത്ത് ഭയങ്കര ഒരു മഴ അരച്ചുകൊണ്ടിരുന്നു. അടുത്ത് നിന്നൊരു അണ്ണം പറഞ്ഞ് വാ വീട്ടിലോട്ട് കയറി. അങ്ങനെ ഓടി കയറുന്നതാണ്. ഓടി കയറി അവിടെ നിന്നതാണ്. കരിമീനല്ല, വാഹ. ചേറാനെ. മഴയ്ക്കുമ്പോൾ ഇതിനെ എടുത്താൽ മതി.
ആ മഴ വരുന്നതുകൊണ്ട് അതിന് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റാഞ്ഞു. കാരണം അതിൻ്റെ വാ കൂട്ടി ഞാൻ ഒരു ഗ്രിപ്പറിട്ട് അതിൻ്റെ വായി പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. കാരണം അതിൻ്റെ ശരീരത്തെ അമ്പ് കൂടിയെടുക്കണ്ടേ. അത് താമസിക്കുന്നില്ല, കിടന്നിട്ട് അങ്ങ് അടിക്കുക അത്. ചടിപ്പോലെ ഓഹോ ഞെത്തി. ആ മഴ ഞെത്തി. ആ മഴ ഇറച്ചുകൊണ്ട് വരുന്ന സൗണ്ട് നിങ്ങളൊന്ന് കേട്ടോണേ. ഭയങ്കര സൗണ്ടാ, ഭയങ്കര കാറ്റ് വരുന്നു. അങ്ങനെ മഴ ചെറുതായിട്ടൊന്ന് തോന്നപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് പതുക്കെ നടന്ന് ഒരു കടയിൽ പോയി. കടയിൽ വെച്ച് നമ്മൾ മീനെ ഒന്നെടുത്ത് കാണില്ല, ഒന്ന് കണ്ടു നോക്കുന്നു. നമുക്ക് ആ മീനെ എടുത്ത് നോക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ആരും ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ആരും നമ്മളെ സഹായിക്കാൻ ആരുമില്ല. എല്ലാവരും എന്നോട് വീഴ്ചത്തില്ലാന്നറിയാം. കാരണം ഈ മഴയായതുകൊണ്ട് നമ്മൾ നല്ല വീഡിയോ ഇടാൻ പ്രയാസപ്പെടുന്നു. മഴയൊക്കെ ഒന്ന് തോന്നുന്ന നല്ലൊരു കാലാവസ്ഥ വരുമ്പോൾ നമ്മൾ അടിപൊളി ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടയിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഉണ്ടോ, കുഴപ്പമില്ലാത്തൊരു വാങ്ങി കണ്ടോ. നമുക്ക് തിരിച്ച് ചാക്കിലാക്കാം. മഴയൊക്കെ തോന്നിട്ട് ഒന്നുകൂടെ ഫിഷിങ്ങും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ പറ്റിയില്ല. മഴ തോന്നപ്പോഴത്തേനും 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മഴ തോന്നുന്നത്. അത് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഇതിലും നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.